അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പെഷ്യൽ സാധനം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ കാണിക്കാൻ മറന്നു ഈ പാവം, അതിനെ കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ കൂടെ ചേർത്ത് ഈ 3 ഐറ്റം വെച്ചിട്ട് സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണമെന്നിങ്ങനെ വല്ലാതെ ആഗ്രഹിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. കാരണം എല്ലാവരും ഉണ്ടാക്കുന്നത് പിടിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഒരു കുറേ കാലത്തേക്ക് ഇതൊക്കെ മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്ലൂട്ടാതയോൺ വരെ വെല്ലാൻ കഴിവുള്ളൊരു സംഭവമാണ് ഈ സംഭവം. ഇത് വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു പരിപാടി ചെയ്യാം. അപ്പോൾ അതിനായി ആദ്യം നമ്മളിത് കട്ട് ചെയ്തെടുക്കും. നമ്മൾ കണ്ടിട്ട് എനിക്ക് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനൊക്കെ തിന്നാൻ എന്നെ അനുവദിക്കില്ല ഇവിടെ നിൽക്കുന്നവർ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല വെയിലൊക്കെ നിന്നാണ്. ഇത് വാക്സ് കൊണ്ടാടി നോക്കിയേ, സൂം ചെയ്ത് കാണിച്ചേ. ആപ്പിളിൽ വാക്സ് എന്ന് കേട്ടിട്ടേ ഉള്ളു. എൻ്റെ മോനെ ഇത് കണ്ടോ, നല്ല വാക്സ് ഇതിനകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ല രീതിയിൽ വാക്സ് വരുന്നുണ്ട്. ഇത് എന്താണ്, വാക്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ വാക്സ് ഇങ്ങനെ ആപ്പിളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വരുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. അതേ കണ്ടോ, ഇതിന് മൊത്തം ഈ സംഭവം കാണിച്ചോടി സൂം ചെയ്ത് ഇതാ ഫുൾ ഇതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്യാവുന്നുണ്ട്. നമ്മൾ കഴുകിയിട്ട് നമുക്ക് വാക്സിൻ്റെ കാര്യം തന്നെ വരുന്നത് വായിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആക്ച്വലി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിയാം. എന്താകുമോ എന്തോന്ന് എനിക്കറിയില്ല. മാറ്റുന്നത് കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളാണ് കേട്ടോ. വാങ്ങിച്ചിരിക്കുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ആപ്പിളാണ്. തൊലി മാറ്റി ഇങ്ങനെ ഈ തൊലി നന്നായിട്ടൊന്ന് ചെത്തിക്കളയാതെ. ഈ വാക്സിങ് ആയിട്ടുള്ള തൊലി നമുക്ക് ആവശ്യമില്ല. തൊലി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ആപ്പിളിൽ വാക്സൊക്കെ. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് എനിക്ക് ഇന്നുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. നമ്മളെ ആപ്പിളൊക്കെ നല്ല ആപ്പിളെ ഡേ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആപ്പിളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ തേച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. അതിന് എന്തെങ്കിലും എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു ഇതിനെപ്പറ്റി. ഈ സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ആപ്പിളും ബീട്രൂട്ടും നമ്മുടെ ക്യാരറ്റും കണ്ടപ്പോഴത്തേക്കും. കാരണം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കും പിള്ളേർ പാട്ട് പാടുന്നുണ്ടായിരുന്നു. A for ആപ്പിൾ, B for ബീട്രൂട്ട് ആൻഡ് C for ക്യാരറ്റ്. അപ്പോൾ തന്നെ മനസ്സിലാവും വേറൊന്നും അല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ABC ജ്യൂസാണ് കേട്ടോ. അരിഞ്ഞിങ്ങനെ ഇടാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സംഭവം ചെയ്യാൻ പോണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വൈസ് എനിക്കാണെങ്കിൽ ബീട്രൂട്ടൊക്കെ വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ക്യാരറ്റൊക്കെ ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് അതിനോട് അത്ര ക്രേസ് ഇല്ല. ബീട്രൂട്ടിനോടും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. ഇതിന് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഏത് ടേസ്റ്റാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൻ്റെ അടുത്തുനിന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ പൂന്തോട്ടം കാണിച്ചു കൊടുത്തത്, എൻ്റെ പൂവൊക്കെ പിടിച്ച് കാണിച്ചു കൊടുത്തത് ഇതെൻ്റെ പൂവാണ് ഗൈസ്. കുറേ നാളായി ഇത് പിടിച്ചിട്ട്. ഇത് ഞാൻ കണ്ട മുട്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഓമനിച്ച് കൊണ്ട് വെച്ച് കിളിപ്പിച്ച സംഭവങ്ങളൊക്കെ പിച്ചാത്തി കൊണ്ട് തുടങ്ങി. പാവം നല്ല ഭംഗിയുള്ളതിൻ്റെ വീഡിയോ എടുക്കാൻ പോയ നേരം കൊണ്ട് ഞാൻ ഇച്ചിരി ആപ്പിൾ തിന്നിയാണ് ഗൈസ്. ടേസ്റ്റൊക്കെ കൊള്ളാം. അതാ മധുരമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിനകത്തൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റിനകത്ത് വാക്സ് ഒന്നും ഇല്ല. ക്യാരറ്റ് നമ്മുടെ ക്യാരറ്റിനകത്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, നല്ല സീനൊന്നുമില്ല. ബാക്കിയതിലോ ആയാലും ഇതിൻ്റെ
ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നല്ല ഇതാണ് കേട്ടോ. കാരണം ഇത് ഡെയിലി കുടിക്കുന്നത് നമുക്ക് സ്കിന്നൊക്കെ ഗ്ലോ ആകാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അവിടെയും കുഞ്ഞാപ്പി ബീട്രൂട്ട് എടുത്തത്, എനിക്ക് ഇഷ്ടമില്ല ബീട്രൂട്ട്. ഫൈനലി നമ്മുടെ ബീട്രൂട്ടിനെയും നമ്മൾ എടുത്തിക്കണ്ടാതെ കൈയിലൊക്കെ ഫുള്ളായി ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കുറേ നാളായിട്ട് വിചാരിക്കുവാണ് ഈ ABC ജ്യൂസ് ഉണ്ടാക്കണം. പക്ഷേ ഇപ്പോഴാണ് അതിന് ടൈമൊക്കെ കിട്ടിയത്. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ട്. അത് എല്ലാവരും ആഡ് ചെയ്യാറില്ല, പക്ഷെ ഞാനത് ആഡ് ചെയ്യും. ഞാനിവിടെ എന്ത് ജ്യൂസ് ഉണ്ടാക്കിയാലും എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ആ സാധനം ആഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ്. ഞാൻ എൻ്റെ ഒരു കുഞ്ഞുണ്ട് ഇവിടെ, അതിനെയാണ് ഞാൻ ഇങ്ങോട്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ഓരോരോ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പറിച്ച് ഇതിനെ തീർത്ത്. ഇനി ഇല്ല, ഇനി കുറച്ച് ഇച്ചിരി അങ്ങാണ്ടേ ഉള്ളൂ. ഇനി പിടിച്ച് വരണം ഇത്. നമുക്ക് ഇതിനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടാവേ. കഴിക്കില്ല. നമുക്കിത് ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ആക്കാമേ. നമ്മുടെ മിൻറ്റിനെ ഇങ്ങനെ കീറ്റി പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടുക. പിന്നെ നമ്മുടെ ഇതിനെല്ലാം കൂടെ വാരി ഇട്ടെടുക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പരുവം. ഇത് നമുക്കിനി കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ ABC ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിരിക്കുകയാണ്. അതായി ഈ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ബീട്രൂട്ടൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫുള്ളി റെഡ് കളറിലാണ് നമ്മുടെ ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് സ്പെഷ്യലായിട്ട് നമ്മുടെ പുതിനയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, കൊള്ളാവുന്നേ. ടേസ്റ്റ് വൈസ് കൊള്ളാം. നമ്മുടെ ഫസ്റ്റ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മിൽട്ടും ആപ്പിളും എല്ലാം കൂടെ മിക്സാക്കി വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കൂടാൻ നല്ല സംഭവമാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഒരു ആപ്പിളും ഉണ്ടെങ്കിൽ സംഗതി കഴിഞ്ഞു. ഇച്ചിരി വെള്ളവും പഞ്ചസാരയും മാത്രം മതി ബാക്കി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുടിച്ചിട്ട് വരാം ബാക്കി.